Hi everyone, Apple Product of the Year 2024. Yes, ഈ ഒരു കൊല്ലം ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി കുറേയധികം റിമാർക്കബിൾ ആയ പ്രൊഡക്റ്റുകളാണ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തത്. iPhone 16, അതേപോലെ ആപ്പിൾ വാച്ച്, ഐപാഡ് സീരീസ്, മാക്ബുക്ക് സീരീസ്, വിഷൻ പ്രോ എന്നിങ്ങനെ കുറേയധികം അടിപൊളിയായ പ്രൊഡക്റ്റുകൾ. സോ ഈ ഒരു 2024 ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ഓഫ് ദ ആപ്പിൾ ആ ഒരു അവാർഡ് ഏത് പ്രൊഡക്റ്റിനാണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മാത്രം ഒരു ഒപ്പീനിയൻ അല്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പബ്ലിക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഓരോ ആൾക്കാരുടെ അടുത്തു നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക്, അവർക്ക് ഈ ഒരു കൊല്ലം പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ റിലീസ് ചെയ്ത ഏറ്റവും നല്ല ഡിവൈസും അതിൻ്റെ റീസണും നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. സോ എന്തായാലും കാണുക. ദിസ് ഈസ് എബിൻ സേവ്യ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഓക്കെ, ഈ 2024 നമുക്ക് കുറേ പ്രൊഡക്ട്സ് ഇറങ്ങിയിട്ടുണ്ടാകും. സേ ഫോർ എക്സാമ്പിൾ ഐഫോൺ ഇറങ്ങി, പുതിയ വാച്ച് ഇറങ്ങി, എയർപോർട്ട്സിൻ്റെ ANC ഇറങ്ങി, പിന്നെ പുതിയ മാക് സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. അല്ല, ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു പ്രൊഡക്റ്റും അതിൻ്റെ ഒരു യൂസും പറയാമോ? എനിക്കാണെങ്കിൽ ഐഫോൺ തന്നെ ആയിരിക്കും. എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോൻ്റെതായ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടെങ്കിലും ഐഫോൺ തന്നെയാണ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഐഫോണാണ് കുറച്ചും കൂടെ ഒരു ഫീസിബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതെ, ആപ്പിൾ പ്രോഡക്റ്റിൽ വെച്ച് നോക്കുമ്പോൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഐഫോൺ യൂസറാണോ? എത്ര കൊല്ലമായിട്ട് ഐഫോൺ യൂസറാണ് അല്ലെങ്കിൽ ആപ്പിൾ പ്രോഡക്റ്റ് യൂസറാണ്? ഞാനൊരു 2 കൊല്ലം. ഈ ഒരു 2024 നമുക്ക് കുറേ അധികം പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാക്ക് വന്നു, വാച്ച് വന്നു, ഐഫോൺ വന്നു, പുതിയ സീരീസ്, പിന്നെ എയർപോർട്ട്സ് വന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റും അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറയാമോ? അതിൽ ഫോണുകൾ തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ. യൂസിനായാലും എന്തായാലും ഫോൺസ് തന്നെയാണ് കുറച്ചുകൂടി ഇതായി വരുന്നത്. സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഫോൺ തന്നെയാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടം ഫോൺ തന്നെയാണ്. അപ്പോൾ ഐഫോണിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ആപ്പിൾ യൂസറാണോ? ആപ്പിൾ യൂസറാണ്. എത്ര കൊല്ലമായിട്ട് ആപ്പിൾ യൂസറാണ്? ഒരു 2 ഇയർ. സോ ഈ 2024 കുറേയധികം പ്രോഡക്റ്റുകൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. വാച്ച് റിലീസ് ചെയ്തു, ഐഫോൺ റിലീസ് ചെയ്തു, പുതിയ മാക് സീരീസ് റിലീസ് ചെയ്തു, എയർപോർട്ട്സ് റിലീസ്. സോ ഇക്കയുടെ അഭിപ്രായത്തിൽ 2024 റിലീസ് ചെയ്ത ആപ്പിളിൻ്റെ ഏറ്റവും നല്ല പ്രൊഡക്റ്റും അതിൻ്റെ ഒരു ഗുണം? 2024 നമ്മുടെ ആപ്പിള് ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ടല്ലോ. അത് എനിക്കിഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ലേറ്റസ്റ്റ് പറയുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ ഒരു ആപ്പിളിൻ്റെ ഒരു ഫാനും കൂടിയാണ്. ഞാൻ ധരിച്ചിരിക്കുന്ന വാച്ച് ആപ്പിള്, ഫോൺ ആപ്പിള്, എല്ലാം ആപ്പിളാണ്. ആപ്പിൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റൊരു സാധനം ഉപയോഗിച്ചിട്ട് കിട്ടാത്തൊരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഐഫോണിൽ സാറ്റിസ്ഫൈഡ് ആണോ? ആപ്പിൾ സാറ്റിസ്ഫൈഡാണ്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ഫോൺ ഇപ്പോഴത്തെ 14 Pro Max ആണ്. അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. ബട്ട് എനിക്ക് 14 Pro Max ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എടുത്താണ്. അപ്പോൾ 16ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഇതുണ്ടോ? അപ്ഗ്രേഡ് ചെയ്യാനുള്ള പണിയുണ്ട്. ഓൾറെഡി എനിക്ക് 16 ഉണ്ട്, ഷോപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പേഴ്സണൽ യൂസ് ഇപ്പോൾ 14 Pro തന്നെയാണ്. നാളെ എടുത്തല്ലേ ഉള്ളൂ. ഇപ്പോൾ എന്നെ പെട്ടെന്ന് ഇങ്ങനെ ഈ അപ്ഡേഷൻ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പിന്നെ ഒരു ഡിഫിക്കൽറ്റി എനിക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മാത്രമൊന്നുമല്ല ഈ അപ്ഡേറ്റും വരുന്നത്. നമ്മളൊരു ഇത്രയും വില കൊടുത്തൊരു ഫോൺ മേടിച്ചിട്ട് നമുക്ക് ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെ, ഈ അപ്ഡേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ കയറി വരണ്ടേ? അത് കയറി നമ്മൾ അറിയാതെ എങ്ങാനും കൈ വിട്ട് കഴിഞ്ഞാൽ ഫോൺ അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അല്ല, നമുക്ക് ഇപ്പോൾ ആസ് എ പേഴ്സണൽ ഐഫോൺ കോണ്ടന്റ് ക്രിയേറ്റർ നമുക്കിപ്പോൾ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആപ്പിൾ കെയർ ഇല്ലെങ്കിലും ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, വീഡിയോ ഞാൻ പറയാറുണ്ട്, ഫോൺ അപ്ഡേറ്റിന് മുമ്പ് എല്ലാം ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക, ഫോണിൻ്റെ സൈഡും എല്ലാം. കാരണം നമ്മൾ പിന്നെ അപ്പീൽ ചെയ്യാൻ നേരം നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്തതിനെ കൊണ്ടാണ് പോയത്. എൻ്റെ 16 ഞാൻ എടുത്ത സമയത്ത് ഇതേപോലെ പിങ്ക് സ്ക്രീനായിട്ട് എനിക്ക് ഫോൺ അവർ റീപ്ലേസ് ചെയ്ത് തന്നു. സോ അതേപോലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മാനുവലി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഫോണിൻ്റെ ഫുൾ സൈഡ്, അതായത് ഡിസ്പ്ലേയും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുക. ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഇല്ലയെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് പിന്നെ ഐഫോൺ അപ്ഡേറ്റിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തത് നോക്കുക. സോ അപ്ഡേഷൻ മാത്രമല്ല, കുറേ ഡിവൈസുകൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. ആപ്പിളിന് മാത്രമല്ല ആൻഡ്രോയിഡുകളുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതലായി പറയുന്നതും ആപ്പിളിനെയാണ്. അപ്പോൾ അപ്ഡേഷൻ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റിൽ ഏറ്റവും നല്ല അഫോർഡബിൾ ആയ ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ പോകുന്നത് മാക് മിനിയാണ്. യെസ്, 60,000 റുപ്പീസിൽ ഇത്രയും അഫോർഡബിളും പവർഫുള്ളുമായ ഒരു
PC നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തും ബിൽഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ ഹൈ ഗ്രാഫിക്സ് ആയ കാര്യങ്ങളും GPUയും CPUയും എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഈ പറഞ്ഞ മാക് മിനി തന്നെയാണ്. കാരണം 16 GB RAM തന്നെയാണ് ബേസ് വേരിയൻ്റായിട്ട് ആപ്പിൾ കൊടുക്കുന്നത്. അതും M4 എന്ന് പറഞ്ഞ പവർഫുൾ ചിപ്സെറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന വലിയ വലിയ ടാസ്കുകൾ FCP, ആഫ്റ്റർ എഫക്റ്റ്, ഡാവിഞ്ചി റിസോൾവ്, മായ എന്നീ പറഞ്ഞ എല്ലാ ഗ്രാഫിക് ഇൻറ്റൻസീവ് ആയ കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതും ഈ പറഞ്ഞ അഫോർഡബിൾ പ്രൈസിൽ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആപ്പിൾ എക്കോസിസ്റ്റം കൂടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് ഈ പറയുന്ന അഫോർഡബിൾ ആയ ഒരു ആപ്പിൾ മാക് മിനി സെറ്റപ്പ് ചെയ്യാനും പറ്റും. നമ്മുടെ അടുത്ത കാറ്റഗറിയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു കാറ്റഗറിയിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരേ ഒരു ആൻസറാണ് മാക്ബുക്ക് M4 എന്ന് പറയുന്നത്. യെസ്, ഈ ഒരു ലൈനപ്പിൻ്റെ ഏറ്റവും അഫോർഡബിൾ ആയ ഒരു പ്രോഡക്റ്റാണ് മാക് മിനി എന്ന് പറയുന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷേ അത് അഫോർഡബിൾ ആണ്, ഒട്ടും വേഴ്സിറ്റൈൽ അല്ല. നിങ്ങളുടെ സ്റ്റുഡിയോയിലോ ഇതേപോലെ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. കാരണം നിങ്ങൾ എവിടെ പോയാലും ഒരു ഡെസ്ക്ടോപ്പും ഒരു കീബോർഡും ഒരു മൗസും നിങ്ങൾക്ക് വേണ്ട വരും. പക്ഷേ മാക് ബുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലോകത്ത് എവിടെ സഞ്ചരിച്ചാലും മാക്ബുക്ക് M4 ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര വലിയ ടാസ്കുകളാണെങ്കിലും സ്നാപ്പ് ഓഫ് എ സെക്കൻഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത്രമാത്രം പ്രൊഡക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഡിവൈസാണ് മാക്ബുക്ക് M4 എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത കാറ്റഗറിയാണ് മോസ്റ്റ് വേഴ്സറ്റൈൽ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മാക്ബുക്ക് M4 വേഴ്സറ്റൈൽ ആണ്. യെസ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഡിവൈസിൽ കറക്റ്റായിട്ട് ഹൈ ഇൻറ്റൻസീവായ GPUയും CPUയും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടാസ്കുകൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി ഐഫോണിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഹൈ ആൻഡ് ഇൻറ്റൻസീവായ വീഡിയോ ക്വാളിറ്റിയും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഐഫോണിലും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ഹൈലി വേഴ്സറ്റൈൽ ആയ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് ഒരേ ഒരു ഉത്തരവുള്ളൂ, ഇറ്റ്സ് കോൾഡ് ഐപാഡ് മിനി. യെസ്, എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഐഫോണിൽ നമുക്ക് ടച്ച് സ്ക്രീൻ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിലൊരിക്കലും ഒരു ആർക്കിടെക്ചറിനോ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാനോ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ആ ഒരു സാഹചര്യം ലിമിറ്റഡ് ആയ സ്ക്രീൻ സൈസിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഐപാഡ് മിനിയിലേക്ക് വരുമ്പോൾ ഒരു ആപ്പിൾ പെൻസിൽ പ്രോ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ആർക്കിടെക്ചർ, ഒരു കൺസ്ട്രക്ഷൻ, ഒരു സയൻറ്റിസ്റ്റ് ഏത് മേഖലയിലാണെങ്കിലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നോട്ട് ഡൗൺ ചെയ്യാനും അതിന് വേണ്ടുള്ള എല്ലാ സ്റ്റെപ്സും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ടേക്ക് ഡൗൺ ചെയ്യാനും പറ്റും. അതേപോലെ മാക്ബുക്കിൻ്റെ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് ഐപാഡിൽ ലഭിക്കില്ല എന്ന് പറഞ്ഞാലും ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞ കാര്യം ഈ പറഞ്ഞ മാക്ബുക്കിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേയധികം കോണ്ടൻറ്റ്സ്, വീഡിയോസ് ആയിക്കോട്ടെ ഫോട്ടോസ് ആയിക്കോട്ടെ, പിച്ച് ആൻഡ് സൂം ചെയ്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഒരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് മാക് പ്രോയിൽ ഒരിക്കലും ഡ്രോ ചെയ്യാൻ പറ്റില്ല. ആ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ സൈഡും എഡ്ജും കറക്റ്റായിട്ട് സ്മഡ്ജും അതേപോലെ ഷാർപ്പൻ ചെയ്തെടുക്കാനും ഈ പറഞ്ഞ ഐപാഡ് മിനി തന്നെയാണ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം മാത്രമല്ല, നിങ്ങൾക്ക് ആപ്പിൾ ഇൻ്റലിജൻസും കൂടെ ലഭിക്കുന്നുണ്ട്. ChatGPT ആൻഡ് വിഷ്വൽ ഇൻ്റലിജൻസും എല്ലാം ലഭിക്കുന്നുണ്ട്. ഈ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഐപാഡ് യൂസേജിനെ നല്ല രീതിക്ക് വേഴ്സറ്റൈൽ ആക്കുകയും അതോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ സൈസിൽ കുറേയധികം പവർഫുള്ളായ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അടുത്തൊരു കാറ്റഗറിയാണ് ഹെൽത്ത് സപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 10ൽ കുറേയധികം അടിപൊളിയായ ഫീച്ചേഴ്സാണ് ആപ്പിൾ ഈ ഒരു കൊല്ലം റിലീസ് ചെയ്തത്. എന്നാലും ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ എനിക്ക് ഏറ്റവും അധികം ഫീൽ ചെയ്തത് നൺ അനദർ ദാൻ എയർപോഡ്സ് പ്രോ തന്നെയാണ്. കാരണം ഹിയറിംഗ് എയ്ഡ് എന്ന ഓപ്ഷൻ ഒരു ചെറിയ ഫീച്ചർ തന്നെയല്ല. കാരണം കുറേയധികം കൂട്ടുകാർ ഈ പറഞ്ഞ ഹിയറിംഗ് എയ്ഡും അതേപോലെ ചെവിക്ക് കേൾവി കുറവും അങ്ങനെ കുറേയധികം ഇഷ്യൂസായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ ആപ്പിൾ പ്രോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ എയർപോഡ്സ് പ്രോ ഹിയറിംഗ് എയ്ഡിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യും എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ചില സാഹചര്യങ്ങളിൽ ഹിയറിംഗ് എയ്ഡിൻ്റെ എക്സ്പെൻസ് താങ്ങാൻ പറ്റാതെ മാറിപ്പോകുന്ന കുറേയധികം ആൾക്കാരെ എനിക്കറിയാം. ആ ഒരു സാഹചര്യം പോലും മീറ്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ആപ്പിളിൻ്റെ എയർപോഡ്സ് പ്രോവിനെ നമുക്ക് ഒരു കമ്പാനിയായിട്ട് കൂടെ നിർത്താം. നിങ്ങൾക്ക് പാട്ടും അതേപോലെ തന്നെ ഹിയറിംഗ് ടെസ്റ്റും
ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെവിയുടെ ടെസ്റ്റും ഹിയറിംഗ് എയ്ഡുമായിട്ട് ഈ പറഞ്ഞ ആപ്പിൾ 2nd ജനറേഷൻ പ്രോ സീരീസ് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഒരു ഹെൽത്ത് കമ്പാനിയൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കൊല്ലം 2024 റിലീസായത് ആപ്പിളിൻ്റെ എയർപോഡ്സ് പ്രോ 2nd ജനറേഷൻ തന്നെയാണ്. ഇനി ഈ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റിൽ ഏറ്റവും വേഴ്സായ ഒരു പ്രോഡക്റ്റും കൂടെ ഞാൻ പറയാം. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. എല്ലാവർക്കും ഈ ഒരു ഒപ്പീനിയനായിട്ട് ചിലപ്പോൾ ഒത്തുപോകാമെന്ന് വരില്ല. എന്നാലും ഞാൻ പറയുന്ന ഈ ഒരു വേഴ്സ് പ്രോഡക്റ്റ് കറക്റ്റ് ആണെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഏതാണ് ഈ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ എയർപോഡ്സ് 3 വിത്ത് ANC എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റാണ് എനിക്ക് ഒരു വേഴ്സ് പ്രോഡക്റ്റായിട്ട് ഫീൽ ചെയ്തത്. അതിന് ഒരേ ഒരു കാരണമാണ്, നിങ്ങൾക്ക് എയർപോഡ്സ് പ്രോ കാണുമ്പോൾ മനസ്സിലാവും ഒരു സിൽക്കൺ ടിപ്പ് ഈ പറഞ്ഞ ഇയർ പ്ലഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ചെവിയുടെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്തിരുന്നാൽ മാത്രമാണ് ക്ലിയർ ആയിട്ടുള്ള ANC അഥവാ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ ഓരോ പ്രോപ്പർട്ടിയും കറക്റ്റാക്കാതെ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി നല്ല രീതിക്ക് നമുക്ക് വരാതെയാണ് ഈ പറഞ്ഞ ആപ്പിൾ എയർപോഡ്സിൻ്റെ 3rd ജനറേഷൻ. ഇത് ഞാൻ മാത്രം പറഞ്ഞല്ല, എൻ്റെ കുറച്ചധികം പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്ന കുറച്ചധികം ആപ്പിൾ ഹെഡ്സ് ആയിട്ടുള്ള കൂട്ടുകാരെനിക്കുണ്ട്. അവർ തന്നെ എന്നോട് പറഞ്ഞാണ്, അവർ കുറേയധികം നേരം ടെസ്റ്റ് ചെയ്തിട്ടാണ് എന്നോട് പറഞ്ഞത് ഈ പറയുന്ന കാര്യം ഒട്ടും സ്യൂട്ടബിൾ അല്ലെന്ന്. അതിനുശേഷം ഞാൻ പേഴ്സണലി ടെസ്റ്റ് ചെയ്ത് നോക്കി. ആപ്പിൾ എയർപോഡ്സ് പ്രോയിലെ ANCയും അതേപോലെ ഈ 3rd ജനറേഷൻ ANCയും നല്ല രീതിക്കുള്ള ഡിഫറൻസിയേഷൻ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്ന പോലെ ഒരു ബഡാണ് ഈ പറയുന്ന ആപ്പിൾ എയർപോഡ്സ് 3ൽ വന്നിരിക്കുന്നത്. പക്ഷേ എയർപോഡ്സ് പ്രോയിൽ വരുമ്പോൾ ഒരു സിൽക്കൺ ടിപ്പാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആ സിൽക്കൺ ടിപ്പ് നമ്മുടെ ഇയർ കനാൽസിനെ നല്ല രീതിക്ക് കവർ ചെയ്യുകയും ഔട്ടർ പോർഷനുള്ള ആ ഒരു ഫുൾ സൗണ്ട് കട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രപ്പോർഷൻ ഈ പറയുന്ന എയർപോഡ്സ് പ്രോ 3rd ജനറേഷനിൽ വന്നിട്ടില്ല. ഇനി വരുന്ന പുതിയ ജനറേഷനിൽ ആപ്പിൾ അത് ഇമ്പ്രൂവ് ചെയ്യുമായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിക്കുള്ള ANC ഈ പറയുന്ന നോൺ പ്രോ സീരീസിലും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി 2024 ബെസ്റ്റ് ആപ്പിൾ പ്രോഡക്റ്റ് ഓഫ് ദ ഇയർ ചോദിക്കുകയാണെങ്കിൽ ഒരു മടിയുമില്ല ഞാൻ പറയും iPhone 16 Pro എന്ന്. കാരണം നമ്മൾക്കറിയാവുന്ന പോലെ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സിൻ്റെയും ഒരു വലിയ ഭാഗം അടങ്ങിയിരിക്കുന്നത് iPhone 16 തന്നെയാണ്. ഏതൊരു ആപ്പിൾ എക്കോസിസ്റ്റത്തിൻ്റെയും ഒരു കീ എന്ന് പറയുന്നതും iPhone തന്നെയാണ്, എക്സെപ്റ്റ് മാക്ബുക്ക് സീരീസ്. ഈ പറയുന്ന ഓരോ ഡിവൈസുകളുടെയും ഒരു വലിയ ക്വാളിറ്റി iPhone തന്നെ വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഹെൽത്ത് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഫീച്ചർ കമ്പയറായ iPhone 16 അല്ലെങ്കിൽ iPhone സീരീസ് വേണം. അതോടൊപ്പം നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ബെറ്റർ മൈക്ക് സിസ്റ്റം, നല്ല രീതിക്കുള്ള ക്യാമറ ആൻഡ് ബെറ്റർ സ്പീക്കേഴ്സ്, ലൈറ്റ് വെയ്റ്റ്, ടൈറ്റാനിയം ബോഡി, ഏറ്റവും നല്ലൊരു എൻക്ലോസർ, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഈ പറയുന്ന iPhone 16 സീരീസിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാലും സ്റ്റിൽ ഈ പറയുന്ന ലെൻസിലെ ഗ്ലെയർ ആപ്പിൾ ഇപ്പോഴും മാറ്റിയിട്ടില്ല. അത് ഒരു പോരായ്മ തന്നെയാണ്. iPhone 17ലേക്ക് വരുമ്പോഴും ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട്. സോ എൻ്റെ അഭിപ്രായത്തിൽ 2024 ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഓഫ് ദ ഇയർ അവാർഡ് കൊടുക്കുന്നതും iPhone 16 പ്രോവിന് തന്നെയാണ്. സോ ഈ ഒരു വീഡിയോയിൽ കുറേയധികം പബ്ലിക് ഒപ്പീനിയനും എൻ്റെ ഒപ്പീനിയനും നിങ്ങൾക്ക് കേട്ടു മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള അടിപൊളി ആപ്പിൾ കോണ്ടന്റുകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എന്തായാലും വർത്ത് ആയിരിക്കും. കാരണം അടിപൊളിയായ കാര്യമാണ് ഇനി നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നത്. സോ മേക്ക് ഷുവർ യു ഗൈസ് ആർ സബ്സ്ക്രൈബ്. ആൻഡ് ടെലിഗ്രാമിൽ കൂടെയും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ എല്ലാം നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Yebin Sevia signing from Evika.